ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുക, കർത്താവിൻ്റെ ശബ്ദം നമ്മെ ബലപ്പെടുത്തുക. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ക്ഷീണിച്ചും തളർന്നും പോകാതെ ദൈവത്തിൻ്റെ ആശ്വാസവചനങ്ങൾ നമ്മുടെ ഹൃദയതലങ്ങളിൽ പരിശുദ്ധാത്മ പകർന്ന് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്നും പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സങ്കീർത്തനം 145 20 യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയതലങ്ങളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി പകരുന്ന ദൈവിക ശബ്ദം, ദൈവത്തിൻ്റെ പരിപാലനം. ഓരോ വ്യക്തി ജീവിതങ്ങളും ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനവും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്. വചനം വ്യക്തമായി ആ വാക്യത്തിൽ നിന്ന് പറയുന്നു, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവമെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുക. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ, വിടുതലുകൾ എല്ലാം വചനത്തിൽ വളരെ ശക്തവും വ്യക്തമായി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ പരിപാലനം ആയിരിക്കുന്ന അവസ്ഥയിലുണ്ട്, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. ഇന്നയോളം നടത്തിയത്, ഇത്രത്തോളം കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത, ദാനിയേൽ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതികൂലങ്ങൾ കടന്നുവന്ന് സിംഹക്കുഴി വെളിപ്പെട്ടപ്പോഴും അവിടെയും കർത്താവിൻ്റെ വിലയേറിയ പരിപാലനമുണ്ടായി. എത്രയോ ജീവിതങ്ങൾ ആ പ്രതികൂലത്തിൽ തകർന്നിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ആ തലത്തിൽ ജീവിക്കുന്ന ദാനിയേലിനെ ദൈവം പരിപാലിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ആ രോഗം പലരെയും തകർത്ത് കളഞ്ഞതാ, ആ രോഗം പലരെയും ഇല്ലായ്മയാക്കിയതാ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ രോഗം ഒരു കേടും വരുത്താതെ വണ്ണം, ആ രോഗനിമിത്തം ഒരു തകർച്ചയും സംഭവിക്കാതെ വണ്ണം അതിനകത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ പരിപാലനത്തിൻ്റെ കരം കൂടെയുണ്ടെന്ന് ഇന്ന് അതിശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. പത്മോസിൻ്റെ ഏകാന്തതയിൽ അകപ്പെട്ട ആയിരിക്കുന്ന യോഹന്നാൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ പരിപാലനം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്നു. ദൈവത്തിൻ്റെ പരിപാലനം ഇന്നും നമ്മുടെ കൂടെ, നമ്മെ ഓരോ ദിനത്തിലും വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ പരിപാലനത്തിലാണ്. കാരണം അവിടെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുക, ദൈവ പദ്ധതികൾ വെളിപ്പെടുക, കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ കൂടാരങ്ങളിൽ നിറവേറുക. ദൈവം പരിപാലിക്കും, ദൈവം സൂക്ഷിക്കും. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവം വേലികെട്ടി പരിപാലിക്കുന്നവന്. ദൈവം തീമതിലായിരുന്ന് നമ്മെ പരിപാലിക്കുന്നതാ. ദൂതന്മാരെ ചുറ്റും പാളയമിറക്കി സംരക്ഷിക്കുന്ന ദൈവ, ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവ. ഏതു വിധത്തിൽ ഒരു ഭക്തനെ പരിപാലിക്കണോ ആ വിധം തിരഞ്ഞെടുക്കുന്ന കർത്താവ്. അപ്രകാരം ഇന്നും
ദൈവത്തിൻ്റെ ശബ്ദം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയട്ടെ. എന്നെ പരിപാലിക്കുന്നത്, എൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നത്, എൻ്റെ തലമുറയെ പരിപാലിക്കുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു ദൈവമുണ്ട്. കാലഗതികൾ ഏതാണെങ്കിലും, അന്തരീക്ഷം ഏതാണെങ്കിലും, സാഹചര്യം ഏത് കെടുതികളാണെങ്കിലും എന്നെ പരിപാലിക്കുന്ന, എൻ്റെ തലമുറയായിരിക്കുന്ന ഇടത്ത് എൻ്റെ ദൈവം പരിപാലിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. ഒരു അനർത്ഥവും സംഭവിക്കാതെ, ഒരു താഴ്ചയും വെളിപ്പെട്ടു വരാതെ വണ്ണം ദൈവത്തിൻ്റെ പരിപാലനം കൂടെയുണ്ട്. ദൂത് വിശ്വസിക്കട്ടെ, വചനമാഴമായി ഏറ്റെടുക്കട്ടെ. കർത്താവ് പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാ, ദൈവത്തിൻ്റെ ശക്തിയില, ദൈവത്തിൻ്റെ കരുതല. അത് നിശ്ചയമായി കൂടാരത്തിൽ എന്നും എപ്പോഴുമുണ്ട്. ദൂത് വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ വൈദ്യലെ വാഗ്ദത്തങ്ങൾ നടക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് സഹായിക്കും. നിത്യനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, ജനത്തെ പിടിവെക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, ഏതവസ്ഥയിലും സാഹചര്യങ്ങളും കർത്താവിൻ്റെ വിശ്വസ്തയുടെ പരിപാലനത്തിൻ്റെ കരം കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ജനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.